വർണ്ണവിളക്കുകളുടെ പ്രഭയിൽ ഉത്സവപ്പറമ്പിന്റെ പ്രതീതിയിലാണ് കുന്നംകുളം മാർക്കറ്റ്. ക്രിസ്മസിനെ വരവേൽക്കാൻ പുതുപുത്തൻ വെറൈറ്റി സമ്മാനങ്ങളുമായിട്ടാണ് ഇത്തവണ വിപണി ഒരുങ്ങിയിരിക്കുന്നത്. ലോകമെങ്ങും ക്രിസ്തുവിനെ വരവേൽക്കാനായി ഒരുങ്ങുമ്പോൾ ആഘോഷങ്ങളുടെയും ആവേശങ്ങളുടെയും നാടായ നമ്മുടെ കുന്നംകുളം നഗരവും ക്രിസ്തുവിനെ വരവേൽക്കാനായി ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഉറങ്ങിയിട്ടില്ല. ക്രിസ്മസ് വിപണിയുടെ ഉന്മേഷത്തിലാണ് ഈ നഗരം. വർണ്ണാഭമായ LED വിളക്കുകൾ കൊണ്ട് അലങ്കരിച്ച കുന്നംകുളം മാർക്കറ്റ് ഒരു ഉത്സവ പറമ്പായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. വരാനിരിക്കുന്ന വലിയ ആഘോഷത്തെ വരവേൽക്കാൻ പുത്തൻ വെറൈറ്റി സമ്മാനങ്ങളുമായാണ് ഇത്തവണ വിപണി ഒരുങ്ങിയിരിക്കുന്നത്. ഉപഭോക്താക്കളുടെ ശ്രദ്ധ പിടിച്ചുപറ്റാൻ ഇത്തവണ വ്യാപാരികൾ ആയുധമാക്കിയിരിക്കുന്നത് കൗതുകമുണർത്തുന്ന ഗിഫ്റ്റ് ഐറ്റംസുകളാണ്. പാട്ടുപാടുന്ന സാന്താക്ലോസ് മുതൽ കറങ്ങുന്ന ക്രിസ്മസ് ട്രീകളും വാട്ടർ ഗ്ലോബുകളും വിപണിയിലെ പ്രധാന ആകർഷണമാണ്. ഏറ്റവും കൂടുതൽ ആൾക്കാർ ആവശ്യപ്പെട്ട് വരുന്നത് എന്താണ്? സ്റ്റാർ ആണോ, ട്രീ ആണോ, എങ്ങനെയാണ്? പേപ്പർ സ്റ്റാർ ആണ് ഇപ്പൊ മെയിൻ ആയിട്ട് പോകുന്നത്. പണ്ട് നമ്മള് പേപ്പർ സ്റ്റാറിന് LED സ്റ്റാറിലേക്ക് മാറിയതായിരുന്നു. വീണ്ടും പേപ്പറിലേക്ക് എത്തി. LED ആർക്കും വേണ്ട. പേപ്പർ സ്റ്റാറിൽ ഇപ്പോ എങ്ങനെയാ പുതിയ പുതിയ വെറൈറ്റീസ് ഒക്കെ കൊണ്ടുവരുന്നുണ്ട്. പിന്നെ എന്താ സാധനം നോക്കിയേ, ഇതൊരു മോഡല് അടിപൊളിയായിട്ട് പോണിപ്പോ. നല്ല തിരക്കുണ്ട്. ഇപ്പൊ ബസാറിലായാലും നല്ല തിരക്കുണ്ട്, ആൾക്കാരും ഉണ്ട്. നമുക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ കസ്റ്റമർക്ക് വന്നു തുടങ്ങിയിട്ട് ഇപ്പോ. രാത്രിയാകുന്നതോടെ മാർക്കറ്റ് മുഴുവൻ നിയോൺ വെളിച്ചത്തിന്റെ നിറക്കൂട്ടങ്ങളാൽ തിളങ്ങുകയാണ്. കുന്നംകുളത്തിന്റെ തെരുവുകൾ ഇന്ന് ക്രിസ്മസ് വർണ്ണങ്ങളാൽ സമ്പന്നമാണ്. പള്ളികളിലും വീടുകളിലും ഒരുക്കുന്ന പുൽക്കൂടിലേക്കുള്ള രൂപങ്ങൾക്കും നക്ഷത്രങ്ങൾക്കും വലിയ ഡിമാൻഡാണ്. തദ്ദേശീയരായ കച്ചവടക്കാർക്കൊപ്പം അന്യസംസ്ഥാന തൊഴിലാളികളും വിപണിയിൽ സജീവമാണ്. രാജസ്ഥാനിൽ നിന്നും കച്ചവട നഗരമായ നമ്മുടെ കുന്നംകുളത്തിലേക്ക് എത്തി. ഇവിടെ 5 വർഷമായിട്ട് കച്ചവടം ചെയ്യുന്ന ഒരു സംഘം തന്നെയുണ്ട്. നമുക്ക് അവരോട് ചോദിച്ചു നോക്കാം അവരുടെ ക്രിസ്മസ് വിപണി എങ്ങനെ പോകുന്നു എന്നുള്ളത്. എങ്ങനെയുണ്ട് കച്ചവടം? എങ്ങനെയുണ്ട് കച്ചവടം? നല്ലതായിട്ട് പോകണ്ട കച്ചവടം. ഇപ്പോൾ ക്രിസ്മസ് ആയിട്ട് നല്ലതായിട്ട് തിരക്കണ്ട. ലൈറ്റിംഗ് ഐറ്റംസ് ഇങ്ങനെ നല്ലതായിട്ട് സെയിൽസ് ഉണ്ട്. പിന്നെ ഇപ്പോൾ നല്ല തിരക്കായിട്ട് കിട്ടിണ്ട. ക്രിസ്മസ് അവിടെ കേരളയിൽ വന്നിട്ട് ഒരു 5 വർഷമായി. ഇവിടെ കുന്നംകുളം കട തുടങ്ങിയിട്ട് ഒരു 5 വർഷം ആവാറായി. ക്രിസ്മസ് ഐറ്റംസ് നല്ലതായിട്ട് പോകണ്ട. പിന്നെ കസ്റ്റമർ നല്ലതായിട്ട് ഡീലിംഗ് ഉണ്ട്. ഫ്രണ്ട്ഷിപ്പ് കസ്റ്റമർ, റെഗുലർ കസ്റ്റമർ വന്ന ഫ്രണ്ട്ഷിപ്പ് നല്ലതായിട്ട് ചെയ്യുന്നുണ്ട്. സാധാരണ കാണുന്ന നക്ഷത്രങ്ങളെക്കാളപ്പുറം LED നക്ഷത്രങ്ങളിലെ വെറൈറ്റി വിപണി കീഴടക്കി കഴിഞ്ഞു. കുട്ടികൾക്കായി വിദേശി നിർമ്മിതമായ ടോയ്സ്, വൈവിധ്യമാർന്ന ഗിഫ്റ്റ് ഹാമ്പറുകൾ, വീടിനകം അലങ്കരിക്കാൻ പുത്തൻ മോഡൽ വാൾ ഹാങ്ങിങ്സ് ഉൾപ്പെടെ കടകൾ നിറഞ്ഞിരിക്കുന്നു. ചേട്ടാ, ക്രിസ്മസ് ഇവിടെ എത്തി നിൽക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണ് ക്രിസ്മസിന്റെ സാധനങ്ങളൊക്കെ വാങ്ങിക്കഴിഞ്ഞോ? അതിന്റെ തിരക്കിലൊക്കെയാണോ? തിരക്കിലാണ്, കുറച്ച് തിരക്കിലാണ്. സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. പിള്ളേർക്ക് ഉള്ള ക്രിസ്മസ് ട്രീ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. നല്ല കളക്ഷൻ ഉണ്ട്. മുൻവർഷത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇപ്രാവശ്യം കുറച്ചും കൂടി എങ്ങനെയാണ് വിലകളെ നമ്മൾ താരതമ്യം ചെയ്യുന്നത്? പഴയ മാതിരിയല്ലല്ലോ, ചെറിയ വ്യത്യാസങ്ങൾ വരും. അതിന്റെ ഇതൊക്കെ ഉണ്ട്. അതൊക്കെ കറക്റ്റ്. ആഘോഷിക്കണല്ലോ, ആഘോഷിച്ച് തന്നെ പറ്റുള്ളൂ. നമ്മൾ മലയാളികളാണ്, അടിച്ചു പൊളിക്കണം. തിരക്കുണ്ട്, ബഹളമുണ്ട്, പക്ഷേ അതിനേക്കാളേറെ നിറങ്ങളുണ്ട് ഇവിടെ. പുൽക്കൂടിനുള്ളിലെ ഉണ്ണിയേശുവിനെ വരവേൽക്കാൻ കുന്നംകുളം മാർക്കറ്റ് ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഈ കാത്തിരിപ്പ് അവസാനിക്കുന്നത് നാളത്തെ വലിയ ആഘോഷത്തിലേക്കാണ്. കച്ചവട നഗരമായ കുന്നംകുളത്തെ ആവേശകരമായ ക്രിസ്മസ് കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടത്. ക്യാമറ പേഴ്സൺ വിഷ്ണു വിജയനോടൊപ്പം സിയ ഷാജു, CCTV.